മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയിൽ കലിപൂണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഫ്ലെക്സ് ബോർഡ് തല്ലി തകർത്ത CPM പ്രവർത്തകർക്ക് കിട്ടിയത് 8ന്റെ പണിയാണ്. സംഭവം മാധ്യമങ്ങൾ അറിഞ്ഞതോടെ ആകെപ്പാടെ നാണക്കേടുമായി. ഫ്ലെക്സ് തകർത്ത സംഭവത്തിൽ പോലീസ് ജാമ്യമില്ല വകുപ്പ് ചുമത്തി കേസെടുത്തതോടെ ഒളിവിൽ പോയ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സഖാക്കൾ ഒടുവിൽ കോൺഗ്രസിന് മുന്നിൽ മുട്ടുമടക്കി. സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് പുതിയ ഫ്ലെക്സ് ബോർഡ് അടിച്ച് തൊഴിലാളികളെ വെച്ച് അത് പഴയപടി സ്ഥാപിച്ചാണ് സഖാക്കൾ ഇപ്പോൾ കേസിൽ നിന്ന് ഊരിപ്പോകാൻ നോക്കുന്നത്. കഴിഞ്ഞ മെയ് 27-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ED പരിശോധന നടത്തിയതിൽ പ്രതിഷേധിച്ച് മരടിൽ CPM പ്രവർത്തകർ കടുത്ത രീതിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഈ പ്രകടനത്തിനിടയിലാണ് മരട് കൊട്ടാരം ജംഗ്ഷനിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സ്ഥാപിച്ചിരുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ചിത്രമുള്ള വലിയ ഫ്ലെക്സ് ബോർഡ് പ്രകോപിതരായ സഖാക്കൾ തല്ലി തകർത്തത്. വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസുകാർ സ്ഥാപിച്ച ബോർഡായിരുന്നു ഇത്. തങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ബോർഡ് തകർത്തതോടെ കോൺഗ്രസും കടുത്ത പ്രതിരോധവുമായി രംഗത്ത് വന്നു. കുറ്റക്കാരായ CPMകാർക്കെതിരെ കടുത്ത നടപടി വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ മരടിൽ വൻ പന്തം കൊളുത്തി പ്രകടനം നടത്തുകയും മരട് പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകുകയും ചെയ്തു. സംഭവം വിവാദമായതോടെ മരട് പോലീസ് കൃത്യമായി ഇടപെട്ടു. പ്രതിഷേധ പ്രകടനത്തിന്റെ പോലീസ് എടുത്ത വീഡിയോ ദൃശ്യങ്ങൾ തെളിവായി സ്വീകരിച്ചായിരുന്നു നീക്കം. ഫ്ലെക്സ് തകർത്ത കേസിൽ CPM ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ 10ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തു. പോലീസിന്റെ കളി മാറിയെന്നും അകത്തു പോയാൽ പെട്ടെന്നൊന്നും തന്നെ ജാമ്യം കിട്ടില്ലെന്നും മനസ്സിലായതോടെ ലോക്കൽ സെക്രട്ടറിയും കൂട്ടാളികളും അടിയന്തരമായി ഒളിവിൽ പോവുകയായിരുന്നു. അറസ്റ്റ് ഭയന്ന സഖാക്കൾ നെട്ടോട്ടമോടിയതോടെ ഒടുവിൽ പ്രാദേശിക തലത്തിൽ സമവായ ചർച്ചകൾ നടന്നു. പോലീസിന്റെ പിടി വീഴാതിരിക്കാൻ കോൺഗ്രസ് മുന്നോട്ട് വെച്ച നിബന്ധനകൾ മുഴുവൻ അംഗീകരിക്കാൻ ഒടുവിൽ CPM നേതൃത്വം തയ്യാറായി. ഈ ധാരണ പ്രകാരം CPM പ്രാദേശിക നേതാക്കൾ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി പുതിയ ഫ്ലെക്സ് ബോർഡ് ഡിസൈൻ ചെയ്ത് അടുപ്പിച്ചു. തുടർന്ന് തൊഴിലാളികളെ നിയോഗിച്ച് കൊട്ടാരം ജംഗ്ഷനിൽ കോൺഗ്രസിന്റെ ബോർഡ് പഴയപടി തന്നെ പുനഃസ്ഥാപിക്കുകയായിരുന്നു എന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിൻസൺ പീറ്റർ വ്യക്തമാക്കി. എന്തായാലും ചോര തിളച്ച് ഫ്ലെക്സ് അടിച്ചുടച്ച സഖാക്കൾക്ക് ഒടുവിൽ സ്വന്തം പോക്കറ്റിലെ കാശ് പോയത് പാർട്ടിക്കുള്ളിൽ വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. സംഭവം മാധ്യമങ്ങൾ അറിഞ്ഞതോടെ ആകപ്പാടെ നാണക്കേടുമായി. ഫ്ലെക്സ് തകർത്ത സംഭവത്തിൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തതോടെ ഒളിവിൽ പോയ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സഖാക്കൾ അങ്ങനെ കോൺഗ്രസിന് മുന്നിൽ മുട്ടുമടക്കിയ അവസ്ഥ. എന്തായാലും വീഡിയോ ദൃശ്യങ്ങൾ കൃത്യമായ തെളിവായി സ്വീകരിച്ചായിരുന്നു പോലീസിന്റെ ഈ ഒരു നീക്കം. ഫ്ലെക്സ് തകർത്ത കേസിൽ CPM ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ 10ഓളം പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്നത്.